കാലാവസ്ഥാ മാറ്റം വലിയ രീതിയിൽ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മൺസൂണിൻ്റെ കുറവ് ഈ ആദ്യ ഫേസിൽ കേരളത്തിൽ ലഭിച്ച മൺസൂണിൻ്റെ അളവിലും വിതരണത്തിലും വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവിന് കാരണം എൽ നിനോ പ്രതിഭാസമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പ്രാദേശിക കാലാവസ്ഥകളെ വലിയ രൂപത്തിൽ മാറ്റുന്ന രൂപത്തിലുള്ള ചില ഘടകങ്ങൾ, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ മൂലകാരണങ്ങളെക്കുറിച്ച് ഗഹനമായിട്ട് നമ്മൾ പല ലേഖനങ്ങളായിട്ടും പ്രഭാഷണങ്ങളായിട്ടും ഡോക്യുമെൻ്ററികളായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമാന രീതിയിൽ വലിയൊരു മാറ്റം കാലാവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു വൻകര മേഖലയാണ് യൂറോപ്പ് എന്നുള്ളത്. യൂറോപ്പിൽ ഹീറ്റ് വേവുകൾ ഉണ്ടാവാറുണ്ടെങ്കിൽ കൂടി ഈ 2026 ഈ കാലത്ത് വലിയ രൂപത്തിലുള്ള ഹീറ്റ് വേവുകളെ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് യൂറോപ്യൻ ജനത. ആയിരക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ പ്രത്യാഘാതം കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതിന് പ്രധാന കാരണം ഒന്ന്, ഈ ഹീറ്റ് വേവിനെ യൂറോപ്പിൻ്റെ ടെമ്പറേച്ചറിൽ വലിയൊരു വർധനവുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഈ ഹീറ്റ് വേവിനെ നേരിടാൻ താരതമ്യേന തണുപ്പ് രാജ്യമായതുകൊണ്ട് ഈ ഹീറ്റ് വേവിനെ നേരിടാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഈ രാജ്യങ്ങൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഉഷ്ണമേഖല രാജ്യമായതുകൊണ്ട് നമുക്കിവിടെ എയർ കണ്ടീഷണർ പോലുള്ള വിപുലമായ സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ യൂറോപ്പ് ഒരു തണുപ്പ് പ്രദേശമായതുകൊണ്ട് മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അവർ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടില്ല. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ സമീപ ദിവസങ്ങളിൽ, സമീപകാലത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ ഹീറ്റ് വേവ് അവരുടെ ജീവിതം ദുരിതപൂർണമാക്കിയാണ്. മൂന്നാമതൊരു കാരണം യൂറോപ്പിലെ ഏജിങ് പോപ്പുലേഷനാണ്. നമുക്കറിയാം, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഘട്ടത്തിൽ, അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു പോപ്പുലേഷൻ എന്ന നിലയ്ക്ക് അതിലേറ്റവും കൂടുതൽ പ്രായമായ ആളുകളാണ് ആ ജനസംഖ്യയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അതും ഒരു റിസ്ക് ഫാക്ടറാണ്. ഈ ഹീറ്റ് വേവ് ദുരന്തം വിതയ്ക്കുന്നതിൽ ഒരു വലിയ റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള താപനില വർധനവുണ്ടായത്, അല്ലെങ്കിൽ ഈ രൂപത്തിൽ വലിയ രൂപത്തിലുള്ള ഹീറ്റ് വേവ് ഉണ്ടായിട്ടുള്ളത്? സാധാരണ യൂറോപ്യൻ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് അല്ലെങ്കിൽ വിൻഡാണ് ജെറ്റ് സ്ട്രീം എന്നുള്ളത്. അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്ന ഒരു കാറ്റാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒമേഗ ബ്ലോക്ക് എന്നുള്ള ഒരു പ്രതിഭാസം, ഒമേഗ ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഗ്രീക്ക് ലെറ്ററായിട്ടുള്ള ഒമേഗയുടെ ആകൃതിയിലുള്ള ഒരു ഹൈ പ്രഷർ മേഖലയാണ്. ഈ മേഖല കുറച്ച് ദിവസങ്ങളിൽ പ്രിവേൽ ചെയ്തു. ആ പ്രിവേൽ ചെയ്തതുകൊണ്ട് ഈ ജെറ്റ് സ്ട്രീമിൻ്റെ ഫ്ലോയ്ക്ക് അതൊരു ഇൻറ്ററപ്ഷൻ ഉണ്ടാക്കി. ഇതാണ് ആ മേഖലയിലെ ഉയർന്ന താപനില വർധനവിന് കാരണമായിട്ടുള്ളത്. അത് വലിയ ഒരു കൗതുകം നിറഞ്ഞ ഒരു ക്ലൈമാറ്റിക് പ്രതിഭാസമാണ് എന്ന് പറയാം. കുറച്ച് ദിവസങ്ങൾ ആ പ്രതിഭാസം അവിടെ, ഒമേഗ ബ്ലോക്ക് എന്നുള്ള പ്രതിഭാസം അവിടെ നീണ്ടു നിൽക്കുകയുണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ കോണ്ടിനെൻറ്റും ആ കോണ്ടിനെൻറ്റിൻ്റെ പ്രാദേശിക കാലാവസ്ഥയെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങൾ അനുദിനം രൂപപ്പെടുകയാണ്. അപ്പം അത്തരം രൂപപ്പെടലുകൾ മൊത്തത്തിലുള്ള
കാലാവസ്ഥാ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ മൊത്തത്തിലുള്ള അന്തരീക്ഷ താപനിലയിൽ വരുന്ന വർധനവ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ വലിയ രൂപത്തിലുള്ള വർധനവ് നമ്മുടെ പ്രാദേശിക കാലാവസ്ഥകളെ, ആഗോള കാലാവസ്ഥ മെക്കാനിസത്തെ വലിയ രൂപത്തിൽ തകിടം മറിക്കുന്ന കാഴ്ചകളാണ് ലോകമെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച്, ഇതുണ്ടാക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് 90കൾ മുതൽ തന്നെ വലിയ രൂപത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആക്ഷൻ ഒരുപക്ഷെ ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആക്ഷൻ ഒരുപക്ഷെ നടന്നിട്ടില്ല. കാരണം അത് മൂലധന ശക്തികളെ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളുടെ വ്യാവസായിക വ്യാപാര താല്പര്യങ്ങളെ ബാധിക്കുമെന്നതുകൊണ്ട് ആഗോള ഉച്ചകോടികളൊന്നും ആദ്യകാലത്ത് ഇതിൻ്റെ വലിയ വേദിയായിട്ട് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. സമീപകാലത്താണ് ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ആഗോള ഭൗമ ഉച്ചകോടികളൊക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നം. അപ്പോൾ 1990s വേൾഡ് ബാങ്ക് ആഗോള കാലാവസ്ഥാ മാറ്റവും അതേപോലെ തന്നെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവൊക്കെ നമ്മുടെ സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കും എന്ന രീതിയിൽ ഒരു വലിയ വിപുലമായ പഠനം നടത്താൻ സ്റ്റേൺ എന്നുള്ള ആളെ ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹം പഠിക്കുകയും സ്റ്റേൺസ് റിവ്യൂ എന്ന രൂപത്തിൽ ആ പഠന റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അത് അന്ന് തന്നെ 90കൾ തന്നെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം നമ്മൾ പിന്നീടും വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാണ് എന്ന രൂപത്തിലേക്ക് വരുന്നുണ്ട്. മൺസൂണിൻ്റെ പാറ്റേണിൽ വരുന്ന ചേഞ്ച് പോലും അദ്ദേഹം 90കൾ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിൽ വളരെ സുവ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൺസൂൺ കൂടുതൽ വെസ്റ്റ് വേർഡ് സൈഡിലേക്ക് മാറും എന്നുള്ളത് സ്റ്റേൺ അന്ന് തന്നെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഇന്ത്യൻ സമ്പദ്ഘടനയിൽ അതുണ്ടാക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് സ്റ്റേൺ അത് കൃത്യമായിട്ട് ആ വേൾഡ് ബാങ്ക് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഈ കാലാവസ്ഥ അഭയാർത്ഥികൾ എന്നുള്ള പദം തന്നെ വലിയ രൂപത്തിൽ ഇന്നത്തെ ലോകത്ത് ചർച്ചയായി വരുന്ന അതിന് ആ ഒരു ആശയത്തിനൊക്കെ ബീജപാപം ചെയ്ത ഒരു വലിയ റിപ്പോർട്ടാണ് സ്റ്റേണിൻ്റെ റിവ്യൂ എന്ന് പറയാൻ പറ്റും. അപ്പോൾ 90കളിൽ തന്നെ ഈ കാലാവസ്ഥ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ ഗൗരവമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ പഠിച്ച് തുടങ്ങിയ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഏത് രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരുന്ന ഒന്നാണ്. നമുക്ക് ചെയ്യാൻ പറ്റുക ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് ഇനിയെങ്കിലും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാദേശികമായിട്ടും ആഗോളതലത്തിലും ഇത്തരം വിഷയങ്ങളെ ഗൗരവമായിട്ട് അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ക്രിയേറ്റീവായിട്ടുള്ള രാഷ്ട്രീയം, ക്രിയേറ്റീവായിട്ടുള്ള സർവൈവൽ പൊളിറ്റിക്സ്, അതിജീവന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. അതിനായി ആളുകളെ ഐക്യപ്പെടുത്തുക, അല്ലെങ്കിൽ രാഷ്ട്രങ്ങളെ ഐക്യപ്പെടുത്തുക, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ ഐക്യപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ.